അപ്പോൾ ഈ ഒരു ഗിവൺ എക്സാമ്പിളിൻ്റെ ബേസിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2000 ഇക്വിറ്റി ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. അത് പെയ്ഡ് വാല്യൂ 7.5 ആണ്. നോൺ പേയ്മെൻറ്റ് 2.5. അതായത് 7 രൂപ അടച്ചിട്ടുണ്ട്, അടയ്ക്കാത്ത സംഖ്യ 2.5 ആണ്. 2000 ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അതിനുശേഷം ആ 2000 ഷെയറിലെ 1800 ഷെയർ റീ ഇഷ്യൂ ചെയ്യുകയാണ്. അത് 6 രൂപയ്ക്കാണ്. അപ്പോൾ അവിടെ എന്താണ്, 4 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നതാണ്. 4 രൂപയുടെ ഡിസ്കൗണ്ട് റീ ഇഷ്യൂവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ, നൗ ഇറ്റ് ഈസ് റീ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നുള്ള സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി, ആദ്യത്തെ എന്താണ്, നമ്മുടെ ബേസ് എൻട്രി ആയിട്ടുള്ള ഫോർഫീച്ചർ. ബേസ് എൻട്രി ഫോർ ഫോർഫീച്ചറിൻ്റെ ബേസ് എൻട്രി. ജേണൽ എൻട്രി എന്താണ്, ഷെയർ ക്യാപിറ്റൽ കോൾഡ് അപ്പ് പോർഷൻ്റെ ഷെയർ ആണ് അവിടെ ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, അതുപോലെ തന്നെ ടു അടയ്ക്കാത്ത സംഖ്യ ഫൈനൽ കോൾ. അടയ്ക്കാത്ത സംഖ്യ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഫൈനൽ നോൺ പേയ്മെൻറ്റ് 2.5 അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതായിരുന്നു, ഫൈനൽ കോൾ. അത് ഫൈനൽ കോൾ ആണെന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ട്. ഫൈനൽ കോൾ. ദെൻ ടു ഫോർഫീറ്റഡ്, അടച്ച സംഖ്യ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കോൾഡ് അപ്പ് പോർഷൻ എത്രയായിരുന്നു, കമ്പനി എത്ര വരെ വിളിച്ചിട്ടുണ്ട്, ഫൈനൽ കോള് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ കമ്പനി വിളിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ 10 രൂപ വെച്ച് വിളിച്ചിട്ടുണ്ട്. 10 രൂപ വെച്ച് വിളിച്ചു എന്ന് പറഞ്ഞാൽ 2000 × 10 is equal to 20,000 rupees. 20,000 rupees കോൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ കോൾ അടയ്ക്കാത്ത സംഖ്യ അൺപെയ്ഡ് ആയിട്ടുള്ളത് എത്രയാണ്, അൺപെയ്ഡ് ആയിട്ടുള്ളത് 2.5 × 2000. 2000 ഷെയറിന് 2.5 രൂപ വെച്ച് അടയ്ക്കാത്ത സംഖ്യ എത്രയാണ്, 5000 രൂപ. അടച്ച സംഖ്യ നമുക്കറിയാം 7.5 × 2000 is equal to 15,000. അപ്പോൾ നോക്കുക, ഡെബിറ്റും ക്രെഡിറ്റും എന്തായി, 20,000-ന് ടാലിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, 1800 ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള 2000 ഷെയറിൽ നിന്ന് 1800 ഷെയർ റീ ഇഷ്യൂ ചെയ്യുകയാണ്. 10 രൂപ വില ഉണ്ടായിരുന്ന ഷെയർ 6 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഫോർഫീറ്റ് ചെയ്ത ഷെയറിൽ നിന്ന് രണ്ടാമത് റീ ഇഷ്യൂ ചെയ്തപ്പോൾ 4 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ദെൻ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഇനി ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് എന്നായിട്ടല്ല എഴുതുക, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ 1800 ഷെയറാണ്. ശ്രദ്ധിക്കുക, ബാങ്കിൽ റിസീവ് ചെയ്യുന്നത് 6 രൂപയെ കിട്ടുള്ളൂ. ഓക്കെ, 1800 × 6 is equal to 10,800. ഇനി ഫോർഫീറ്റഡ് ഷെയർസ് പുതിയ ഡിസ്കൗണ്ട് എത്രയാണ് നോക്കുക. പുതിയ ഡിസ്കൗണ്ട് 4 രൂപ. അപ്പോൾ 1800 × 4 is equal to അത് എത്ര വരുന്നുണ്ട്, 7200 രൂപ. ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ എമൗണ്ട് ആയിരിക്കും എന്നുള്ള ഫുൾ എമൗണ്ട്, അതായത് 10 രൂപ ഫേസ് വാല്യൂ. 10 × 1800 × 10 is equal to 18,000 rupees. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്താണ്, ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് റീ ഇഷ്യൂ ചെയ്തതിലൂടെ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, ആ പ്രോഫിറ്റ് എത്രത്തോളമുണ്ട്, ആ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇതാണ് അടുത്ത ജേണൽ എൻട്രി. അതിനുള്ള ജേണൽ എൻട്രി എന്താണ്, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ഈ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളത്
നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റമാണ്. ഓക്കെ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽസ്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർഫീറ്റഡ് ഷെയർസിൽ എത്ര ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത്? 2000 ഷെയർ ഫോർഫീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കിട്ടിയ എമൗണ്ട് എത്രയാണ്? ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ കിട്ടിയ എമൗണ്ട് 15,000 ഡിവൈഡഡ് ബൈ എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോഴാണ്? 2000 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോഴാണ് ആ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. 2000 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ ഇൻറ്റു ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 1800 ഷെയറാണ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത്. മൈനസ് നിലവിലെ റീഇഷ്യൂവിലെ ലോസ് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് 7,200 രൂപ. 7,200 രൂപ. ഇത് കൃത്യമായി കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും? ദാറ്റ് ഈസ് 6,300 rupees. 6,300 rupees. ഓക്കെ, okay, look at the second example. Here company issued 10,000 equity shares, 10,000 number of equity shares, but subscribed only 9,000 and received 9,000 equity shares application money. 10,000 ഇഷ്യൂ ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ആളുകൾക്ക് വേണ്ടിയിരുന്നത് 9,000 ആണ്. അപ്പോൾ റിസീവ് ചെയ്യപ്പെട്ടത് 9,000 ഷെയർസിൻ്റെതാണ്. ആ 9,000 ഷെയർസിൽ ശ്രദ്ധിച്ചോളുക, അപ്ലിക്കേഷൻ മണി 25, അലോട്ട്മെൻറ്റ് 40, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 35, ടോട്ടൽ 100 റുപ്പീസിൻ്റെ ഫേസ് വാല്യൂ പ്ലസ് 5% പ്രീമിയം ആയിരുന്നു. 5% പ്രീമിയം ആയിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ ശ്രദ്ധിച്ചോളുക, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർഫീച്ചർ സംഭവിക്കുന്നത് നോക്കാം. ഫോർഫീച്ചർ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് അടച്ചില്ല. ആര്? 100 ഷെയർ ഉണ്ടായിരുന്ന ഒരാൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് അടച്ചിട്ടുണ്ടായിരുന്നില്ല. 100 ഷെയറിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് കിട്ടിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ആ 100 ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു. ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 50 ഷെയർ എന്ത് ചെയ്തു? റീ ഇഷ്യൂ ചെയ്തു. 50 ഷെയർ റീ ഇഷ്യൂ ചെയ്തു. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയറിനെയാണ് 90 രൂപയ്ക്ക് റീ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഫുള്ളി പെയ്ഡപ്പ് പറയുന്നത് 100 മീൻസ് ആണ്. 100 രൂപ വിലയുള്ളതിനെ 90 രൂപയിലോട്ട് എന്ത് ചെയ്തു? ആക്കിയിട്ടാണ് റീ ഇഷ്യൂ ചെയ്തത്. 90 രൂപയ്ക്കാണ് റീ ഇഷ്യൂ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 10 രൂപയുടെ ഡിസ്കൗണ്ട് ഒരു ലോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള. 100 രൂപ വിലയുള്ള ഷെയർ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ 90 രൂപയ്ക്കാണ് റീ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, 9,000 ഷെയർ ഉണ്ടായിരുന്നു. അതിൽ അപ്ലിക്കേഷൻ മണി മൊത്തം ഫേസ് വാല്യൂ 100 ആണ്, പ്ലസ് 5% പ്രീമിയം എന്ന് പറഞ്ഞാൽ 105 രൂപ വരും എന്നുള്ളതാണ്. 105 റുപ്പീസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്ലിക്കേഷൻ മണി 25, അലോട്ട്മെൻറ്റ് 40. അവിടെയാണ് പ്രീമിയം എന്ന് പറഞ്ഞു, അതുകൊണ്ട് 5% അവിടെ 5% 5 രൂപ പ്രീമിയം കൊടുത്തു. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 35. 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ തരാത്തത് കാരണം. അപ്പോൾ അതിൽ 50 ഷെയർ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എഴുതേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് മുതൽ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, അങ്ങനെ ചെയ്തു പോകണം. അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയിലോട്ടാണ് പോകുന്നത്. ഫോർഫീറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി. ഫോർഫീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു അടയ്ക്കാത്ത സംഖ്യ, ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, ടു അടച്ച സംഖ്യ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് കോൾഡ് അപ്പ് പോർഷനാണ്. കോൾഡ് അപ്പ് പോർഷൻ കമ്പനിക്ക് മൊത്തമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വരെ വിളിച്ചിട്ടുണ്ട്. അത് അടയ്ക്കാത്തത് കൊണ്ടാണ് ഫോർഫീറ്റ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഫൈനലായിട്ടുള്ള മുഴുവൻ കോളും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എത്രയാണ് വിളിച്ച സംഖ്യ എന്ന് പറയുന്നത്? 100 രൂപ വെച്ചിട്ട്
പർട്ടിക്കുലർ ആയിട്ടുള്ള എത്ര ഷെയറിനായിരുന്നു ഫോർഫീറ്റ് ചെയ്യുന്നത്? 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നു. 100 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 100 ഷെയർസ് ഇൻറ്റു 100 എന്നുള്ള എമൗണ്ട് ഇസ് ഈക്വൽ ടു 10,000 rupees. 10,000 rupees. 10,000 rupees. ഇനി ഷെയർ ഫൈനൽ കോൾ എങ്ങനെ വരിക? ഫൈനൽ കോൾ 35 rupees ആണ് ഫൈനൽ കോൾ, അടയ്ക്കാത്ത സംഖ്യ. 100 ഷെയർസിന് എത്ര വരുന്നുണ്ട് നോക്കാം. 3500 രൂപ ഫൈനൽ കോൾ കിട്ടിയില്ല. 100 ഷെയറിന് 35 രൂപ വെച്ചിട്ട് ഫൈനൽ കോൾ കിട്ടിയിട്ടില്ല, അടയ്ക്കാത്ത സംഖ്യ. ഇനി അടച്ച സംഖ്യ ശ്രദ്ധിക്കുക. പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യരുത്. പ്രീമിയം ഇൻക്ലൂഡ് ചെയ്യാത്ത ക്യാപിറ്റൽ പോർഷൻ, ഫേസ് വാല്യൂവിൻ്റെ പോർഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അടച്ച സംഖ്യ 65. ശ്രദ്ധിച്ചോളാം. അടച്ച സംഖ്യ എങ്ങനെയുണ്ടെന്ന് 25 പ്ലസ് ഈ ഒരു 40. ഇത്രയാണ് എന്ത്? ഫേസ് വാല്യൂവിൻ്റെ പോർഷൻ എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, 65 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 6500. ഓക്കെ, ഇപ്പോൾ എന്തായി? ഡെബിറ്റും ക്രെഡിറ്റും ടാലിയായി. 10,000 ഫോർഫീറ്റ് ഷെയർസ് അക്കൗണ്ടിൽ 6500 രൂപ നിലവിലുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇത് റീഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. റീഇഷ്യൂ എന്നത് എത്രയാണ്? റീഇഷ്യൂ 50 ഷെയർസ്. റീഇഷ്യൂ 50 ഷെയർസ്. ഓക്കെ, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് നോക്കുക? 90 രൂപയ്ക്കാണ്. 100 രൂപ വില ഉണ്ടായിരുന്നു, 90 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത് പറഞ്ഞാൽ 10 രൂപയുടെ ഡിസ്കൗണ്ട് നമ്മളിവിടെ എന്ത് കാണിക്കുക? ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്കിൽ കിട്ടുന്നത് എത്രയായിരിക്കും? 50 ഷെയറിന് 90 രൂപ വെച്ച് കിട്ടും. 50 ഇൻറ്റു 90 ഈക്വൽ ടു 4500 രൂപ. ഫോർഫീറ്റഡ് 10 രൂപയുടെ നഷ്ടം. ഫോർഫീറ്റഡ് ഷെയർസിൽ ഡിസ്കൗണ്ട് 50 ഷെയറിന് 10 രൂപ വെച്ചിട്ട് 500 രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ദെൻ ഷെയർ ക്യാപിറ്റലിലേക്ക് അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ടുള്ള 100 ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 5000. ഓക്കെ, ഇനി ഫോർഫീറ്റ് ചെയ്ത 100 ഷെയർസിൽ 50 ഷെയർസ് റീഇഷ്യൂ ചെയ്തു. ഈ ഒരു പ്രോസസ്സിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ലാഭം എത്രയാണ് എന്നുള്ളതും ആ ലാഭത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അതിനുള്ള ജേണൽ എൻട്രി ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ to capital reserve account. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്ര രൂപയുടെ ഫോർഫീറ്റ് ചെയ്തതിൽ എത്ര രൂപ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് നോക്കാം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ നിലവിൽ 6500 രൂപ ഉണ്ട്. 6500 രൂപ. എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ? 100 ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ. ഇപ്പോൾ നമ്മൾ അതിൽ എത്ര ഷെയർ റീഇഷ്യൂ ചെയ്തു? 50 ഷെയർസ് റീഇഷ്യൂ ചെയ്തു. മൈനസ് ഇപ്പോൾ റീഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയ നഷ്ടം അല്ലെങ്കിൽ ലോസ് എത്രയാണ്? 500ൻ്റെ നഷ്ടം. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് എത്രയാണ് എന്നുള്ളത്. ദാറ്റ് ഈസ് 2750. ഇതാണ് എന്ത്? ഈ ഒരു റീഇഷ്യൂവിൽ കമ്പനി കിട്ടിയ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.